പ്രസാദാത്മകമായ പെരുമാറ്റം കൊണ്ട് നാടിന്റെ പ്രിയങ്കരനായിരുന്നു അഡ്വക്കേറ്റ് ടി എ പ്രസാദ്. ഭാവനാപൂർണവും ദീർഘവീക്ഷണവുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ മുന്നണി പോരാളി, അകാലത്തിൽ പൊലിഞ്ഞ രക്തനക്ഷത്രം. നാടായ നാടാകെ മിത്തുകളാൽ സമൃദ്ധമായതുകൊണ്ട് നാടുണ്ടാക്കിയവരുടെ ചരിത്രം തമസ്കരിക്കപ്പെട്ട ചരിത്രമാണ്. അതിരിട്ടൊഴുകുന്ന അഴകുള്ള നില തന്നെയാണ് തിരുമിറ്റക്കോടിൻ്റെ മിത്തിനും ചരിത്രത്തിനും ആധാരം. തിരു എന്നു തുടങ്ങുന്ന നിലയുടെ പുണ്യമായ 5 സ്നാനഘട്ടങ്ങളിലൊന്ന് തിരുമിറ്റക്കോടാണ് എന്നതാണ് ഒരു ഐതിഹ്യം. പാലക്കാട് ജില്ലയുടെ തെക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ ഭാരതപ്പുഴയുടെ അതിരുമായി പങ്കിടുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത്. ഞാൻ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ഡിസംബർ 2019 സെക്രട്ടറിയായി ജോലി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. ഈ പഞ്ചായത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വിശാലമായൊരു പഞ്ചായത്താണ്. തിരുമിറ്റക്കോട് 1, തിരുമിറ്റക്കോട് 2 വില്ലേജുകൾ പങ്കിടുന്ന വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശമാണ്. ഏകദേശം 32.31 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഈ പഞ്ചായത്ത് വ്യാപിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൻ്റെ ജനസംഖ്യ ഒരു 33,000, ഏകദേശം 33,000-ൽ കൂടുതലുണ്ട്. കൃഷിയും ചെറുകിട കച്ചവടങ്ങളും കൈത്തൊഴിലുകളുമായി ജീവിച്ചു പോരുന്ന സാധാരണ മനുഷ്യരുടെ ഗ്രാമം. ചെറിയ പട്ടണങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗ്രാമീണത ഒട്ടും ചോരാത്ത ഒരു സാധാരണ ഗ്രാമം. തിരുമിറ്റക്കോട് പഞ്ചായത്ത് രൂപം കൊണ്ടതിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങളിൽ അഭൂതപൂർവമായ നേട്ടം ജനപങ്കാളിത്തത്തോടെ നടത്തിയത് മറ്റെല്ലായിടത്തും എന്നതുപോലെ ജനകീയാസൂത്രണ കാലത്താണെന്ന് ഉറപ്പിച്ചു പറയാം. അതിൻ്റെ തുടർച്ചയ്ക്ക് ചില വർഷങ്ങളിൽ ഇടിവ് വന്നെങ്കിലും അതെല്ലാം മറികടന്ന് നിലവിലുള്ള പഞ്ചായത്ത് സമിതി കൂട്ടായി നടത്തിയ പ്രവർത്തനങ്ങൾ വ്യത്യസ്തവും വൈവിധ്യവും ഭാവനാപൂർണവുമാണ്. $33,000-ഓളം വരുന്ന ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ 100,000 പ്രശ്നങ്ങൾക്കാണ് ഒരു പഞ്ചായത്ത് ഓഫീസ് പരിഹാരം കാണേണ്ടത്. അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രാപ്തമായ ഒരു ഓഫീസ് സംവിധാനം ISO അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്നു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് 2017-18 സാമ്പത്തിക വർഷത്തിൽ പാലക്കാട് ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ഏറ്റുവാങ്ങിയിട്ടുള്ള പഞ്ചായത്താണ്. നവംബർ 12 ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നത്. നവംബർ 19 ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ടി എ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഈ പഞ്ചായത്തിൽ ആരംഭിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. കഴിഞ്ഞ 3 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് പുതിയ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിനെ തുടർന്നുകൊണ്ടാണ് ഈ 2 വർഷക്കാലവും ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചു വന്നത്.
2015 2020 കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് ടി.എ. പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തിരുമറ്റക്കോട് പഞ്ചായത്ത് നേതൃത്വത്തിൽ വരികയും അതിനോടൊപ്പം വൈസ് പ്രസിഡന്റ് എന്ന പദവിയിൽ എത്തിക്കൊണ്ട് 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. എന്നിൽ അർപ്പിതമായിരുന്നത് ധനകാര്യം കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്ന നികുതി പിരിച്ചെടുക്കുന്നതിനും 100% മാറ്റാനും അങ്ങനെ പഞ്ചായത്തിൻ്റെ ധനം വർദ്ധിപ്പിക്കുന്നതിനും സാധ്യമായി. ഗ്രാമങ്ങളിൽ, ഗ്രാമീണ ജീവിതങ്ങളിൽ സ്വാശ്രയത്വം പുലരുമ്പോഴാണ് രാജ്യം വികസനത്തിലേക്ക് കുതിക്കുക എന്ന കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള സ്വപ്ന പദ്ധതിയാണ് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തിരുമിറ്റക്കോട് കാണുന്ന ഗ്രാമകേന്ദ്രങ്ങൾ. ഓരോ വാർഡിലും പഞ്ചായത്ത് ഓഫീസ് സംവിധാനം എന്ന ലക്ഷ്യവും ഈ ഗ്രാമകേന്ദ്രങ്ങൾക്ക് പുറകിലുണ്ട്. ഒരു നാടിന്റെ ചേതന എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനതയുടെ ആരോഗ്യവും ജീവനും ഒക്കെ തന്നെയാണ്. ആരോഗ്യരംഗത്ത് ഈ ഭരണസമിതി ഈ കാലയളവിൽ ഏറ്റെടുത്തത് ശ്രമകരമായ പദ്ധതികളാണ്. കാലങ്ങളായി വാടക കെട്ടിടത്തിലായിരുന്ന ഹോമിയോ ആശുപത്രി ഹംസ ഹാജി എന്ന മനുഷ്യസ്നേഹി സൗജന്യമായി കൊടുത്ത സ്ഥലത്ത് സ്വന്തമായി പണിതീർത്ത് പ്രവർത്തനം ആരംഭിച്ചു. 2013 മാർച്ച് 1 ഈ ഹോമിയോ ഡിസ്പെൻസറി തിരുമിറ്റക്കോട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഈ 2013 മുതൽ 2018 വരെ പഞ്ചായത്തിന്റെ സഹായത്താൽ മരുന്നിന്റെ പ്രോജക്റ്റുകളെല്ലാം വെക്കുകയും അത് യഥാസമയം എത്തുകയും എല്ലാ രോഗികൾക്കും കൊടുക്കാനും അതുകൊണ്ട് കഴിഞ്ഞു. അത് മാത്രമല്ല 2018 ഒരു സോളാർ സംബന്ധമായ ഒരു പ്രോജക്റ്റ് വെക്കുകയും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. വൈദ്യുതി ചെലവ് കുറയുകയും സോളാർ വഴിയുള്ള വൈദ്യുതിയാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ കിട്ടുന്നത്. അത് മാത്രമല്ല ടോക്കൺ സംവിധാനം, പിന്നെ ISO സർട്ടിഫിക്കേഷൻ തുടങ്ങിയ പ്രോജക്റ്റുകളും പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. ആയുർവേദ ആശുപത്രിയും സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, ജീവിതശൈലീ രോഗങ്ങൾക്ക് തുടങ്ങി പാവപ്പെട്ട മനുഷ്യർക്ക് മരുന്നുൾപ്പെടെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് വിതരണം ചെയ്യുന്നത്. 1980 നമ്മുടെ തിരുമിറ്റക്കോട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി സ്ഥാപിതമായതാണ്. ഡിസ്പെൻസറിയിലെ ആദ്യകാല ഡോക്ടറായിരുന്ന ഡോക്ടർ കാക്കരാത്ത് സുകുമാരൻ അവർ സൗജന്യമായി പഞ്ചായത്തിന് നൽകിയ സ്ഥലത്താണ് പഞ്ചായത്തിൻ്റെ അഭിമാന സ്ഥാപനമായ ആയുർവേദ ഡിസ്പെൻസറി നിലനിൽക്കുന്നത്. പഞ്ചായത്ത് വളരെയധികം ആയുർവേദ ഡിസ്പെൻസറിയുടെ പുരോഗമനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ വർഷം തന്നെ നമ്മൾ ISO 9005 സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള പ്രോജക്റ്റായിട്ട് 1,80,000 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന അലോപ്പതി ആശുപത്രിയാകട്ടെ ഏതൊരു മനുഷ്യനും ആശ്രയമായി നിലനിൽക്കുന്നു. ഫാർമസിയും ലാബ് സൗകര്യങ്ങളും ആംബുലൻസ് സൗകര്യവും ഉൾപ്പെടെ സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു. പാലിയേറ്റീവ് രംഗത്തെ ഇടപെടലുകൾ കിടപ്പിലായ രോഗികൾക്ക് വലിയ പ്രത്യാശയാണ് പകർന്നു കൊടുക്കുന്നത്. COVID-19 എന്ന മഹാമാരിയെ ചെറുക്കാൻ സർവസജ്ജമാണ് ഈ ആശുപത്രി. നമ്മുടെ PSC തിരുമറ്റക്കോട് PSCയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം കുറേ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കായകൽപ്പം അവാർഡാണ്. അത് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മിനി PSCകളുടെ വിഭാഗത്തിൽ ഏറ്റവും നല്ല PSC ആയിട്ട് നമ്മളെ PSCയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതൊരു നാഷണൽ ലെവലിലുള്ള അവാർഡാണ്. അത് PSCയുടെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ടുള്ള ഒരു അവാർഡായിരുന്നു. ആ അവാർഡ് കഴിഞ്ഞ വർഷം നമ്മൾ നേടിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് PSCയിൽ നമ്മുടെ വൈദ്യുതിയുടെ ഭാഗമായിട്ട് സോളാർ സെൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് കുറക്കുന്നതിന് വേണ്ടി സോളാർ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമുക്ക് PSCക്ക് ഒരു പുതിയ OP ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
കൂടാതെ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബാക്കി ആക്ടിവിറ്റീസുകളൊക്കെ PSCയിൽ വളരെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പുനർനിർമ്മാണവും വികസനത്തിൻ്റെ മാപിനികളായാണ് ഇന്ന് കണക്കാക്കുന്നത്. ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ച പദ്ധതികൾ നിരവധിയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് തോട് സംരക്ഷണവും നിർമ്മാണ പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച നിരവധി പദ്ധതികളുമുണ്ടിവിടെ. കഴിഞ്ഞ 5 വർഷക്കാലം തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരിധിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് എൻ്റെ പങ്കാളിത്തം ചാരിതാർത്ഥ്യജനകമാണെന്ന് ഉറപ്പുണ്ട്. അന്തരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA പ്രസാദിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ആസൂത്രണ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം നാം നിറവേറ്റുന്നതിന് വേണ്ടി പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ ഏകോപനം സാധ്യമായതും കേരള സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പൂർണ്ണ സമ്മതത്തോടുകൂടി പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്തതുമാണ് ഈ വികസന നേട്ടങ്ങൾക്ക് ആധാരമായിട്ടുള്ള വിജയത്തിനാധാരം. ഇതിൻ്റെ ഭാഗമായി ബ്ലോക്ക്, ജില്ലാ, ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത സംരംഭങ്ങൾ വളരെ നല്ല നിലയിൽ നടപ്പിലാക്കിയെടുക്കാൻ നമുക്കായി. ശാപമോക്ഷം കിട്ടിയ നാട്ടിടവഴികൾ നല്ല വീതിയുള്ള റോഡുകളായതും നടപ്പാതകൾ ടാറിട്ട് കറുപ്പിച്ചും ടൈൽസ് വിരിച്ചും കോൺക്രീറ്റ് ഇട്ടും മികച്ച പാതകളായതിൻ്റെ നിറവിലാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യർ. പിണ്ടാലിമന പാർവതി PS. ഞങ്ങളുടെ റോഡ് 40 കൊല്ലമായിട്ട് വെട്ടി ശോചനീയ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ പുതിയ മെമ്പർ വന്ന പിന്നെ അത് നേരെയൊക്കെയുള്ള തീരുമാനമായിട്ടുണ്ട്. 40 ലക്ഷം അനുവദിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണെന്ന്. ഇപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച ഒരു കാലം തൊട്ടിട്ട് തന്നെ നമ്മുടെ റോഡ് കുറച്ച് ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായി ഇപ്പോൾ റോഡ് കോൺക്രീറ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാണ്. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലൊക്കെ ഉപകാരമാണ്. മഴക്കാലത്തൊക്കെ റോഡ് താഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെല്ലാത്തിനും ഉപകാരമാണ്. അപ്പോൾ ഗവൺമെൻറ്റിനും ഇവിടുത്തെ വാർഡ് മെമ്പർക്കും പ്രത്യേക നന്ദി പറയണം. എൻ്റെ പേര് മോഹനൻ. ഞങ്ങൾക്ക് റോഡ് ഇതിനെ വന്നതിൽ നല്ല ഗുണമുണ്ട്. കുറേ കാലമായി ഇതിനെ റോഡിനെ പണി കഴിഞ്ഞിട്ട് പിന്നെ കോൺക്രീറ്റ് ഇപ്പോഴാണ് ചെയ്തത്. 10 വർഷമായിട്ട് ഇവിടെ റോഡില്ലാതെ ആകെ ഒരു വരമ്പായിരുന്നു. കുറേ കാലമായിട്ട് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. പ്രളയത്തിലൊക്കെ ആകെ പെട്ടുപോയി, വണ്ടിയൊന്നും പോകാതെ കുട്ടികളൊക്കെ ആകെ ഇതായിട്ട് കൊണ്ടുപോകാനും ഇതിനൊന്നും പാകില്ലാണ്ട് ആകെ പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ നമ്മളെ മെമ്പർ വന്നിട്ട് ഇവിടെ ഇതാക്കി റോഡൊക്കെ നന്നായി. മെമ്പർക്കും പഞ്ചായത്തിനും നമ്മൾ നന്ദി പറയുന്നു. അത് വലിയ ഉപകാരമായി.
നിളയൊരു കണ്ണീർച്ചാലായത് നീര് കിട്ടാത്ത കാർഷിക ഗ്രാമങ്ങളെയാണ് സൃഷ്ടിച്ചത്. എന്നാൽ കുടിവെള്ളത്തിനായി ഗ്രാമീണ ജനതയുടെ നീണ്ട വരികൾ ഇന്നീ ഗ്രാമത്തിൽ കാണില്ല. കാരണം സമഗ്ര കുടിവെള്ള പദ്ധതികളായി, ചെറുകിട കുടിവെള്ള സംഭരണികളായി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പ്രഥമ പരിഗണന കൊടുത്തു ഈ ഭരണസമിതി എന്നത് ശ്ലാഘനീയമാണ്. എൻ്റെ പേര് അംബിക. പഞ്ചായത്ത് തൊഴിലുറപ്പ് പ്രകാരം കിട്ടിയിരുന്ന കിണറാണ്. ചുറ്റുമതിലും പഞ്ചായത്ത് കിട്ടിയെന്നാണ്. ധാരാളം വെള്ളമുണ്ട്, വളരെ ഉപകാരമായി. കാർഷിക മേഖല തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും മുഖ്യവരുമാനം എന്നതുകൊണ്ട് അതിലെ ഓരോ ഇടപെടലും നാടിനെ ജീവിപ്പിക്കാനും പുനർജീവിപ്പിക്കാനുമായിരുന്നു. തിരുമറ്റക്കോട് പഞ്ചായത്തിൽ കൂടുതലും നെൽകർഷകരാണ് നമുക്കിവിടെ ഉള്ളത്. പഞ്ചായത്തിൻ്റെ വലിയൊരു വിഭാഗം ജനസംഖ്യ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. നെൽകൃഷി നമുക്ക് ഏതാണ്ട് 530 ഹെക്ടറോളം നെൽകൃഷി ഇവിടെ ഉണ്ട്. കൂടുതലായിട്ടും നമ്മൾ മുണ്ടകൻ നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. മുൻകാലങ്ങളിൽ നമുക്ക് വിരിപ്പ് നെൽകൃഷി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് മുണ്ടകനിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടായിരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇടപെടലും അതിനോടൊപ്പം തന്നെ കൃഷി വകുപ്പിൻ്റെയും കൂട്ടായിട്ടുള്ള പരിശ്രമം കാരണം നമുക്ക് ഈ ചുരുങ്ങിക്കൊണ്ടിരുന്ന വിരിപ്പ് നെൽകൃഷി ഇത്തവണ നമുക്കതൊരു 54 ഹെക്ടർ ആക്കിയിട്ട് ഉയർത്തി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് അത് ചെയ്യാൻ സാധിച്ചത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും പദ്ധതികളിലൂടെയാണ്. പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണം പദ്ധതിക്ക് പുറമെ ഇപ്രാവശ്യം നമുക്ക് സുഭിക്ഷ കേരളത്തിൻ്റെ ഒരു 7 പദ്ധതികൾ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തരിശുഭൂമിയിൽ കൃഷിയിറക്കി കേരളത്തിന് സുഭിക്ഷമാക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ മികവുറ്റതാണ്. ഗ്രാമീണ ജനതയുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം സൃഷ്ടിക്കാൻ ഉതകുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. തിരുവറ്റോട് പഞ്ചായത്തിൽപ്പെട്ട 8ാം വാർഡിലത്തെ പണിക്കാർ
ഇതിലിപ്പോൾ ഈ പച്ചക്കറിയിൽ വെച്ചിട്ട് കിട്ടിയിട്ട് 24 ദിവസത്തെ പണിയാണ്. ഇതിൻ്റെ മുന്നേ പണിയെടുത്തത് വേറെയാണ്. അത് മറ്റേ റോഡിൻ്റെ കാന വൃത്തിയാക്കൽ അങ്ങനെ 100 പണിയാണ് ഇപ്പോൾ അവർ പറഞ്ഞ ഉദ്ദേശം. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടാനും അനുവദിച്ചിട്ടുള്ളത് കുഴപ്പമില്ലാതെ പോകുന്നു. പെട്ടെന്ന് പൈസ കയറുന്നുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വേറൊരു പണിക്ക് പോകാൻ പറ്റാത്തവരാണ് ഇതിന് മിക്ക ആൾക്കാരും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഉൽപാദന രംഗത്തേക്കുള്ള ചുവടുമാറ്റം ഹരിത കേരളത്തിനും സുഭിക്ഷ കേരളത്തിനും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. നെൽകൃഷിയും മറ്റ് പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ഈ തൊഴിലാളികൾക്കാവുന്നുണ്ട്. കാർഷിക മേഖലയോടനുബന്ധിച്ച് തന്നെയാണ് ഗ്രാമീണ ജനത ജീവിതോപാധിയായി കന്നുകുട്ടി പരിപാലനവും ആടുവളർത്തലും കോഴി വളർത്തലും ക്ഷീരോത്പാദനവും എല്ലാം ചെയ്യുന്നത്. മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആട് ഗ്രാമം വരെ ഈ പഞ്ചായത്തിലുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തും അതിനു കീഴിലെ മൃഗാശുപത്രിയുടെ പ്രവർത്തനങ്ങളും മാതൃകാപരമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രമോദ്, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയിലെ വെറ്ററിനറി സർജനാണ്. നമ്മളുടെ പഞ്ചായത്തിലെ വെറ്ററിനറി സർജനായി കഴിഞ്ഞ 2019 ഓഗസ്റ്റിലാണ് ഞാനിവിടെ ചാർജ് എടുത്തത്. നമ്മുടെ പഞ്ചായത്തിൽ മൃഗാശുപത്രി വഴി പ്രധാനമായി നടപ്പിലാക്കി വരുന്ന മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, ഒന്ന് കന്നുകുട്ടി പരിപാലന പദ്ധതിയാണ്. അത് എല്ലാ വർഷവും നമ്മൾ 25-30 ആൾക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ വനിതകൾക്ക് കന്നുകുട്ടി വിതരണം, കറവപ്പശു വിതരണം, ആട് വളർത്തൽ, മുട്ടക്കോഴി വളർത്തൽ തുടങ്ങിയ പദ്ധതികൾക്കായി കാര്യക്ഷമമായ രീതിയിൽ ഫണ്ട് ചെലവാക്കാനും പ്രയോജനം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. തിരുമിറ്റക്കോട് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതി ആട് വളർത്തലും പാസ്സായ കൂടാണ്. അത് അമ്മ എഴുതി കൊടുത്തിട്ട് കിട്ടി. അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളുടെ ആടിനെ ഞങ്ങൾ കുളിമുറിയിലാണ് ആക്കിയായിരുന്നത്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ അതിൽ ആക്കുന്നുണ്ട്. തൊഴിലുറപ്പില് പാസ്സാക്കി തന്നു പഞ്ചായത്ത്. വന്നിട്ട് അവര് മുൻകൈ തന്നെ എടുത്തു, തൊഴുത്ത് കയറ്റി തരാ. ഞങ്ങളെ കൊണ്ട് എന്താ വെച്ചെങ്കിൽ അപ്പൊ സഹായിക്കില്ല, സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അവസാന പൈസ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ സാധ്യമല്ല, അപ്പൊ അവരെന്നെ എല്ലാതും ഇറക്കി തന്നിട്ട് കുടുംബശ്രീ മുഖേന പഞ്ചായത്തിന് ലോൺ എടുത്തിട്ട് വളർത്തുന്നതാണ്. ആ നെൽകൃഷിയുണ്ട്, പശുവിനെ വളർത്തുന്നുണ്ട് ഫാമായിട്ട്. എൻ്റെ പേര് ദേവയാനി. എന്തായാലും ഇങ്ങനൊരു പദ്ധതി ജനങ്ങൾക്ക് വല്ലാത്തൊരു ഉപകാരം തന്നെയാണ്. ആടായിട്ടും കോഴിയായിട്ടും ഒക്കെ അങ്ങനെ ഇങ്ങനെ കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഒന്നും ഇല്ലെങ്കിൽ പോലും ആടും കോഴി ഇല്ലെങ്കിൽ തന്നെ ഒരു വീടിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ നല്ലൊരു സന്തോഷമുണ്ട്. അത് ഇങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്ത് എടുത്ത് നടപ്പിലാക്കിയത് വലിയ സന്തോഷമുണ്ട്. പ്രബലമായ സ്ത്രീ സമൂഹത്തെ നൂറ്റാണ്ടുകളോളം അരികുവൽക്കരിച്ചു നിർത്തിയതിൻ്റെ അടിവേരറുത്തത് ജനകീയാസൂത്രണവും അനുബന്ധിച്ച് രൂപപ്പെട്ട കുടുംബശ്രീ പ്രസ്ഥാനവും തന്നെയാണ്.
നമ്മുടെ പഞ്ചായത്ത് തന്ന ഫണ്ടായിട്ടാണ് ഞങ്ങൾ ഈ 5 പേരും കൂടിയിട്ട് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. അത് ഞങ്ങൾ ഓണത്തിന് കുറച്ച് ഹോൾസെയിലായിട്ട് തുണികളൊക്കെ എടുത്തു. അത് ഞങ്ങൾ പരമാവധി വിറ്റഴിച്ചു. ഞങ്ങൾക്ക് നന്നായി പോകുന്നുണ്ട് ഇപ്പോൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്ന സ്ത്രീകൾ അധ്വാനത്തിൽ പുരുഷനോടൊപ്പം കൈകോർത്തപ്പോൾ സ്വയം പര്യാപ്തതയുടെ പുതിയൊരധ്യായം തുറക്കുകയായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ സ്ത്രീ സമൂഹത്തിന് കെൽപ്പ് നൽകിയ സംരംഭങ്ങൾ ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബശ്രീ പ്രസ്ഥാനം തുടങ്ങിയത് 2002 നമ്മൾ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ 3 വർഷമായിട്ട് ഇപ്പോൾ CDS ചെയർപേഴ്സണായിട്ട് വർക്ക് ചെയ്യാണ്. നല്ല ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ നല്ല സഹായങ്ങളാണ് നമ്മൾക്കുള്ളത്. പിന്നെ ME ഗ്രൂപ്പുകൾ 24 ME ഗ്രൂപ്പുണ്ട്. സോപ്പ് പൊടി, അതേപോലെ പിന്നെ അമൃത ഫുഡ്, ടൈലറിങ്, അങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റുകളുണ്ട്. പിന്നെ നമ്മളെ പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് എല്ലാറ്റിനും എന്നും ഒപ്പം നിന്നിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ അതിസമൃദ്ധി, അതുപോലെ ആട് വളർത്തൽ 13 ഗ്രൂപ്പുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകണം. ഞങ്ങളുടെ കുടുംബശ്രീയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിക്ക് നന്ദി. സോപ്പ് പൊടിയും ഫിനോയിലും തൊട്ട് കാറ്ററിംഗ് യൂണിറ്റും ബേക്കറിയും നെൽകൃഷിയും ധാന്യമില്ലും. തിരുമിറ്റക്കോട് പഞ്ചായത്തിൻ്റെ ഞങ്ങൾ സോപ്പ് പൊടി നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5 ആൾ കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദിവസവും സോപ്പ് പൊടിയും ഫെനോയിലുമാണ് കൂടുതലും ഉണ്ടാക്കാറ്. കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോയി വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പോൾ കൂടുതൽ ഫെനോയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. വീട്ടുകളിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തുള്ള എല്ലാവരും ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് സോപ്പ് പൊടിയും സോപ്പും ഫെനോയിലൊക്കെ വാങ്ങാറുണ്ട്. ഞങ്ങൾ 2002 കുടുംബശ്രീ ആദ്യം രൂപീകരിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 15 അംഗങ്ങൾ ചേർന്നാണ് രൂപീകരണം തുടങ്ങിയതും. അതിന് പ്രസിഡന്റിനും സെക്രട്ടറിനൊക്കെ തിരഞ്ഞെടുത്ത് 2004 ഞങ്ങൾ ജൈവ നെൽകൃഷി തുടങ്ങി. അത് 4 ഏക്കറയാണ് ആദ്യമായിട്ട് ചെയ്തത്. 2007 ഞങ്ങൾ സ്വന്തമായി 84 സെൻറ്റ് സ്ഥലം കൃഷിഭൂമി നെൽകൃഷി വാങ്ങിച്ചു. അത് കഴിഞ്ഞ് 2019 ഒക്ടോബർ 24 ഒരു മില്ല്, ഈ വാർഡിൻ്റെ മെമ്പറും കൂടിയായ രവിപ്രകാശിൻ്റെ മില്ല് ഞങ്ങൾ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ അരിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ ആട്ടി കൊടുക്കൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. ഞങ്ങൾ കുടുംബശ്രീ തുടങ്ങിയ മുതലേക്ക് ഞങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നല്ല അനുകൂലങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് വരെ. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് നമ്മുടെ ഈ സംരംഭക യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ സംരംഭക യൂണിറ്റിൻ്റെ പേര് ഫുഡ്സി ഫുഡ് പ്രോഡക്റ്റ് എന്നാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേര് സൗഭാഗ്യ കുടുംബശ്രീ. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. അതിൽ 50,000 സബ്സിഡിയാണെന്ന് പറഞ്ഞത്. അച്ചാറ്, പിന്നെ ഉണ്ണിയപ്പം, അച്ചപ്പം, അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്ററിങ് ചെയ്യുന്നുണ്ട്. ഒരുവിധം ഞങ്ങൾ മറ്റേ സദ്യകളൊക്കെ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട്. വിശക്കുന്നവന് വിലക്കുറവിൽ അന്നമെത്തിക്കുന്ന ജനകീയ ഹോട്ടൽ ഉൾപ്പെടെ സംരംഭങ്ങളുടെ വിശാലമായ ശ്രേണി ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ കാണാം. പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് വിശപ്പ് രഹിത കേരളത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഈ കുടുംബശ്രീയുടെയും പഞ്ചായത്തിൻ്റെയും സബ്സിഡി ഉപയോഗിച്ച് നമ്മൾ ഈ ഹോട്ടൽ കൊണ്ടു നടത്തുന്നത്. ഈ ഹോട്ടലിൻ്റെ പേര് പിന്നെ ജനകീയ ഹോട്ടൽ എന്നാണ്, തിരുമുറ്റം ജനകീയ ഹോട്ടൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 20 രൂപയുടെ ചോറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം അതിൽ കൂടെ പലതും ചെയ്യുന്നുണ്ട്. ബിരിയാണി, പിന്നെ ബീഫ് എല്ലാതും കൂടിയിട്ടാണ്. പിന്നെ 5 പേരിൽ 6 പേരടങ്ങിയാണ് ഈ അംഗങ്ങൾ. ഞങ്ങൾക്ക് കുടുംബശ്രീയിൽ ചേർന്നതിന് ശേഷം നല്ലൊരു കാഴ്ചപ്പാട് തന്നെയാണ് പഞ്ചായത്ത് കൊണ്ടും കുടുംബശ്രീ കൊണ്ടും ഉള്ളത്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മറ്റ് മെമ്പർമാരും എൻ്റെ വാർഡ് മെമ്പറും എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. അതിലുപരി വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. അംഗനവാടികളിൽ വിതരണം ചെയ്യുന്ന അമൃതം പൊടിയുടെ വ്യാവസായിക ഉൽപ്പാദനവും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായ റാഗിപ്പൊടിയും ബിസ്ക്കറ്റും വരെ പൊതുമാർക്കറ്റിൽ വിൽക്കപ്പെടുന്നുണ്ട്. എൻ്റെ പേര് ലത.
ഞാൻ ഈ വടക്കേ വള്ളടികുന്നത്ത് ഐശ്വര്യശ്രീ കുടുംബശ്രീയിലെ ഒരു അംഗമാണ്. ഞങ്ങൾ 2002 ഈ കുടുംബശ്രീ ആരംഭിച്ചത്. ഇപ്പം നമ്മൾ ഈ കുടുംബശ്രീയിൽ നമ്മൾ എല്ലാ ബൈ പ്രൊഡക്റ്റുകളായിട്ടും ബിസ്ക്കറ്റ്, രാഗിപ്പൊടി, ചോളം അങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബ്ലോക്കിൽ 7 പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ടാമ്പി ബ്ലോക്കിലും കൊടുക്കുന്നുണ്ട്. മൊത്തം 12 പഞ്ചായത്തിൽ ഞങ്ങൾ സാധനങ്ങൾ പിറക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 15 കുടുംബത്തിന് ഒരു നിത്യവരുമാനമായിട്ട് ഞങ്ങളെ കുടുംബം എന്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. സംരംഭകരായിട്ട് ഞങ്ങൾ ഇതായി വന്നതിൽ ഞങ്ങളെല്ലാ ഈ ഗവൺമെൻറ്റിനോടും പഞ്ചായത്തിനോടും ഞങ്ങളെ മുന്നിട്ട് നിർത്തി രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള സൂറാത്തോടും ഒക്കെ ഞങ്ങൾ നന്ദി പറയണം. പിന്നെ നമ്മളെ തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ എല്ലാവിധ എന്താ പറയുക സഹകരണം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടി അംഗനവാടികൾ ഓരോന്നും സ്മാർട്ടാകുന്ന കാഴ്ചയാണ് ഈ തിരുമിറ്റക്കോടിന്റെ പ്രത്യേകത. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ 14-ാം വാർഡിലെ മധുപ്പുള്ളി അംഗൻവാടിയാണ്. 1982 ഇത് സ്ഥാപിതമായത്. അന്ന് ബാലവാടിയായിരുന്നു. 91 മുതൽക്കാണ് അംഗൻവാടിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ കാലം മുതൽ പണ്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ജനകീയാസൂത്രണം വന്നതിന് ശേഷം നമുക്ക് അവരുടെ എല്ലാ ബുദ്ധി വികാസങ്ങൾക്കും ഒതുങ്ങിയ രീതിയിലുള്ള തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫർണിച്ചറുകളായാലും എല്ലാം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഭക്ഷണവും എല്ലാ കാര്യങ്ങളും, അതേപോലെ ഞങ്ങളുടെ ICDS ഓഫീസിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും ഉണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് ആശയും ആശ്രയവുമായി ബഡ് സ്കൂൾ ആരംഭിച്ചതും ഈ കാലയളവിലാണ്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പുതുതായി ഒരു ബഡ്സ് സ്കൂൾ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അവരുടെ പേരൻസ് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു സഹായം എന്ന നിലയിലാണ് ബഡ്സ് സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത്. വളരെയധികം ഫലപ്രദമായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ ചേർത്ത് നിർത്തേണ്ടത് സാമൂഹികമായ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവാണ് ഭരണസമിതിയെ ഇതിലേക്ക് നയിച്ചത്. പൊതുവിദ്യാലയങ്ങൾ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന സ്ഥിരാകേന്ദ്രങ്ങളാണ്. അവിടെ നിലനിന്നിരുന്ന ശോചനീയാവസ്ഥ പരിഹരിച്ച് പണ്ടെങ്ങുമില്ലാത്ത ക്രിയാത്മകമായ ഇടപെടലുകളാണ് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ സമൂർത്തവും സമ്പൂർണവുമായ വിജയത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടലുകൾക്ക് നേതൃത്വം വഹിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കായിട്ടുണ്ട് എന്നുറപ്പിച്ചു പറയാം. ചാത്തന്നൂർ LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 വ്യക്തികളാണ് ശ്രീ TA പ്രസാദും ശ്രീ ഉണ്ണികൃഷ്ണനും. അവർ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഈ ഭരണസമിതി തുടർന്ന് വന്നിരുന്നത്. അവർ രണ്ടുപേരും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഈ സ്കൂളിൻ്റെ മുൻ PTA പ്രസിഡന്റുമാരാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ ഒരു കയ്യൊപ്പ് ഈ സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കാണാൻ സാധിക്കും. തിരുമിറ്റക്കോട് ഭരണസമിതി ആണെങ്കിലും സ്കൂളിൻ്റെ അക്കാഡമികമായ കാര്യങ്ങളിലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളിലും വളരെയധികം പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ കോമ്പൗണ്ട് വാൾ നിർമ്മാണത്തിനും പിന്നെ റിപ്പയർ വർക്കും കോമ്പൗണ്ട് വാളിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. നമസ്കാരം, ഞാൻ സാവിത്രി ടീച്ചർ. 2009 മുതൽ 2020 മാർച്ച് വരെ ചാത്തന്നൂർ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പ്രധാനാധ്യാപിക ചുമതല വഹിക്കുന്നതോടൊപ്പം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന ചുമതല കൂടി എനിക്ക് വഹിക്കേണ്ടി വന്നു. 5 വർഷത്തോളം ഈ ഭരണസമിതിക്കൊപ്പം വിദ്യാഭ്യാസ പ്രോജക്റ്റുകളുടെ നിർവഹണം നടത്തുന്നതിൽ ഭരണസമിതിക്കൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് വർക്കിംഗ് ഗ്രൂപ്പുകൾ കൂടുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ്
വളരെ നല്ല വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ TPCയുടെ അംഗീകാരത്തോടുകൂടി സമയബന്ധിതമായി ഈ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ വേണുഗോപാൽ, ഈ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. ഞാൻ ജൂൺ മാസത്തിലാണ് ഇവിടെ പ്രധാന അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് സഹായങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്ത് സജീവമായി ഇടപെടുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് TV കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയും നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം പ്രയോജനപ്രദമാക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളും അതെ വളരെ സജീവമായി ഇനി എന്തൊക്കെ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മണികണ്ഠൻ KA. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീമാൻ പ്രസാദ് അവർകളായിരുന്നു. ഒരുപാട് സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടും ഒരുപാട് സംശയങ്ങളും നിയമവശങ്ങളും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി നമുക്ക് തരാറുണ്ട്. അതിനുശേഷം വന്നു കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻറ്റും നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നുണ്ട്. പഞ്ചായത്ത് എപ്പോഴും നമ്മോട് കൂടെ തന്നെയുണ്ട്. ഈ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്. അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അവർ പ്രധാനമായിട്ടും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഭയരഹിതമായി കിടന്നുറങ്ങാൻ സ്വന്തമായി കിടപ്പാടമില്ലാത്ത മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ലൈഫ് മിഷൻ. മനപ്പടിയിലും ചാത്തന്നൂരൊക്കെ ആയിട്ട് 5-8-10 കൊല്ലമായിട്ട് ഞങ്ങൾ അവിടെ വാടകയ്ക്കാണ് താമസിച്ചായിരുന്നത്. 2 കുട്ടികളാണ്. 8 കൊല്ലത്തോളം ഞങ്ങളിവിടെ ഒരു തറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈഫിൻ്റെ വീട് കിട്ടിയപ്പോൾ അതിൽ ലിസ്റ്റിൽ പേര് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ പൈസ വാങ്ങി ഉണ്ടാക്കി എല്ലാ ഗഡുക്കളും കിട്ടി. ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കണം കുട്ടികളായിട്ട്. പഞ്ചായത്തും കേരള സർക്കാരും കൂടി നടപ്പാക്കിയ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ വീടാണത്. ഞങ്ങളുടെ മുന്നത്തെ വീട് പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. നല്ലൊരു വീടായി. തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ 151 ലൈഫ് വീടുകൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതിൽ 114 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള വീടുകൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. പിന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഹരിതകർമ്മസേന അതുപോലെ ഉള്ള പ്രൊജക്റ്റുകൾ. MCF താൽക്കാലികമായിട്ട് ഒരെണ്ണം ഉണ്ട് ഇപ്പോൾ. ബാക്കി എല്ലാ വാർഡുകളിലും മിനി MCF സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. 151ഓളം വീടുകളാണ് പൂർത്തീകരണ ഘട്ടത്തിലെത്തി തിരുമിറ്റക്കോട് തലയുയർത്തി നിൽക്കുന്നത്. ഹരിത കേരളം സൃഷ്ടിക്കാൻ, പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ വാർഡുകൾ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഹരിതസേന
മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രവർത്തനത്തിന് തിരുമിറ്റക്കോട് സാക്ഷ്യം വഹിക്കുകയാണ്. ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഒരുങ്ങുന്ന സിന്തറ്റിക് ട്രാക്ക് ഭാവി കായിക താരങ്ങളെ വാർത്തെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇതിൻ്റെ നിർമ്മാണം ഈ ഭരണസമിതിയുടെ മറ്റൊരു പൊൻതൂവലാണെന്ന് നിസ്സംശയം പറയാം. കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രഥമ പരിഗണന നൽകിയാണ് കഴിഞ്ഞ 4.5 വർഷക്കാലം LDF സർക്കാർ മുന്നേറിയത്. പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു പഞ്ചായത്താണ് തിരുമിറ്റക്കോട് പഞ്ചായത്ത്. തിരുമിറ്റക്കോട് പഞ്ചായത്ത് ഏറ്റവും വലിയ സ്കൂളാണ് ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. 3.18 കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം ഒരുക്കിയിരിക്കുകയാണ്. തിരുമിറ്റക്കോട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം പ്രശംസനീയമാണ്. ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള ഈ സ്റ്റേഡിയത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. നൂറ്റാണ്ട് കണ്ട അതിശക്തമായ മഴയും പ്രളയവും നമ്മുടെ നാടിനെ തെല്ലൊന്നുമല്ല ഉലച്ചത്. പ്രളയം നമുക്ക് നഷ്ടപ്പെടുത്തിയ സാധ്യതകൾ, പരിമിതികൾ മറികടന്നുകൊണ്ട് തിരിച്ചുപിടിക്കാൻ പരമാവധി ഈ കാലയളവിൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാനുള്ളത്. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ മറ്റൊരു വൈവിധ്യമാർന്ന പദ്ധതിയാണ് ഭാരതപ്പുഴയോരത്ത് ആരംഭിക്കുന്ന നക്ഷത്രവനം. എൻ്റെ പേര് ജ്യോതി. ഞാൻ തിരുമിറ്റക്കോട് പഞ്ചായത്ത് നടത്തുന്ന പകൽ വീട്ടിലെ കെയർ ടേക്കറായിട്ട് ഇപ്പോൾ 2.5 വർഷമായി ജോലി ചെയ്യാണ്. അപ്പോൾ അത് നന്നായി പ്രവർത്തിച്ചു പോകുന്നതാണ്. എല്ലാവരുടെയും സഹകരണം കൊണ്ടും പഞ്ചായത്തിൻ്റെ ഇതുകൊണ്ടും എല്ലാം നന്നായി കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൊതുശ്മശാനം, ഗ്യാസ് ക്രിമിറ്റോറിയം പണി പൂർത്തീകരിച്ചതും ഈ കാലയളവിലാണ്. ഈ ക്രിമിറ്റോറിയം എന്ന് പറയുമ്പോൾ അതും മനുഷ്യന് ആവശ്യമാണ്. ഇവിടെ മതാതീതമായി ജാതിരഹിതമായി ഒരു പൊതു ശ്മശാനം ഉണ്ടാവുകയാണ്. ഏത് മതക്കാർക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഏത് മതക്കാർക്ക് വേണമെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഈ പൊതു ശ്മശാനത്തിൽ അത് ഗ്യാസ് ക്രിമിറ്റോറിയം വഴി ഏറ്റവും ശാസ്ത്രീയമായ രൂപത്തിലുള്ള ഒരു നിവാരണ പദ്ധതി എന്ന രൂപത്തിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കളിസ്ഥലങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ഗ്രാമകേന്ദ്രങ്ങളും വായനശാലകളും പൊതുവിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളും സാമൂഹ്യക്ഷേമ കർമ്മ പദ്ധതികളുമായി സമസ്ത ജനവിഭാഗങ്ങളുടെയും അംഗീകാരം പിടിച്ചുപറ്റി 2015 അധികാരത്തിൽ വന്ന ഭരണസമിതി 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ്റെ നിത്യജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്ത് തിരുമിറ്റക്കോട് തിളങ്ങി നിൽക്കുന്നത്.